നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം ആമമോതിരം ധരിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്നതാണ്. ആമമോതിരം ധരിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ എന്തെല്ലാം ദോഷങ്ങളും ഉണ്ടാകാം, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പൊ ആമമോതിരം ധരിക്കുക എന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്ന സമയമാണ്. ഇപ്പൊ മിക്ക ആൾക്കാരുടെയും കയ്യിൽ നോക്കുമ്പോൾ ഒരു വിരലിൽ ഒരു ആമമോതിരം കാണാം. ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കും. മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ആമമോതിരം ചിലവര് ചോദിക്കാറുണ്ട്, എന്നെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ആമമോതിരം എങ്ങനെയൊക്കെ ധരിക്കണം, അല്ലെങ്കിൽ അത് ധരിക്കേണ്ട വിധം എന്താ, അല്ലെങ്കിൽ അത് ഏത് വിരലിൽ ഇടണം, ഈ ആമമോതിരം ഏത് വിരലിലാണ് ഇടേണ്ടത്, അത് എപ്പോഴാണ് ധരിക്കേണ്ടത്, അത് സ്വർണത്തിൽ ധരിച്ചാൽ നല്ലതാണോ, സ്വർണം കൊണ്ടുള്ള ആമമോതിരം ധരിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങൾ കൊണ്ടുള്ള ആമമോതിരം ധരിക്കുന്നത് നല്ലതാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അതേപോലെ തന്നെ ചിലവർക്ക് മത്സ്യമാംസങ്ങൾ ഇത് ഇടുമ്പോൾ കഴിക്കാമോ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനൊരു മറുപടി എന്ന നിലക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ ജ്യോതിഷപരമായി നമ്മൾ ആദ്യം ചിന്തിക്കാം. അപ്പൊ ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോഴും അതല്ലെങ്കിൽ വാസ്തുപരമായി ചിന്തിക്കുമ്പോഴും ഈ ആമമോതിരം നല്ലത് തന്നെയാണ്. ജ്യോതിഷപരമായി ചിന്തിക്കണം നല്ലതാണ്, വാസ്തുപരമായി ചിന്തിക്കുമ്പോഴും വളരെ നല്ലത് തന്നെയാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദോഷവും ഉണ്ടാവും. അല്ലെ, എന്ത് കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ. ഒരു നല്ല കാര്യമാണെങ്കിൽ അതിനൊരു മറുവശം ചിലപ്പോൾ ഒരു ചീത്ത കാര്യം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ മരുന്ന് തന്നെ നമ്മൾ കഴിച്ചാൽ ചില മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് വരില്ലേ, അതുപോലെ തന്നെ ചില സാധനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്കത് നെഗറ്റീവ് ഊർജം തരും. ചിലർക്ക് പോസിറ്റീവ് ഒരു ഊർജം കൊടുക്കുന്നത് പോലെ ചിലർക്ക് അത് നെഗറ്റീവ് ഊർജമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്ത് പറയുന്നത്. അപ്പോ ചില കാര്യങ്ങൾ നല്ലതുമാണ്, ചില കാര്യങ്ങളിൽ ദോഷവും ഉണ്ടാകും. ഐശ്വര്യലക്ഷ്മി ദേവതയുടെ അനുഗ്രഹമുള്ള ഒരു ഇതാണ് ഈ ആമമോതിരം. ഐശ്വര്യലക്ഷ്മി ദേവതയുടെ അനുഗ്രഹമുണ്ട് ഈ ആമമോതിരത്തിന് അല്ലെങ്കിൽ ആമയിൽ. കൂർമ്മ അവതാരമെടുത്ത മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഈ ആമമോതിരത്തിനുണ്ട്. അപ്പൊ ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെയും അതേപോലെ തന്നെ മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഈ മോതിരത്തിനുണ്ട്. ഇത് ധരിച്ചാൽ മനസ്സിന് ശാന്തതയും ദീർഘായുസ്സും കിട്ടും. മനസ്സിന് കാരണം ഒരു ശാന്ത സ്വരൂപമായ അല്ലെങ്കിൽ ഒരു ശാന്തതയുള്ള ഒരു ജീവിയാണ് ഈ കൂർമ്മം അഥവാ ആമ, ഇല്ലേ? പിന്നെ അതേപോലെ തന്നെ ദീർഘായുസ് കിട്ടുന്നതാണ്. അതായത് ആമക്ക് നല്ല ദീർഘായുസ് ഉള്ള ഒരു ജീവിയാണ്. ആമക്ക് മനുഷ്യനെക്കാട്ടും കൂടുതൽ ദീർഘായുസുണ്ട്. ആമക്ക് 300 വർഷത്തിന് മേലെയൊക്കെ കിട്ടുമെന്നാ പറയുന്നത് ഒരു ആമക്ക്. അതുകൂടാതെ വീടിന്റെ വാസ്തുദോഷത്തിനും ആമമോതിരം ധരിക്കുന്നതും ആമ വീട്ടിൽ വെക്കുന്നതും ആമയുടെ വിഗ്രഹം, ആമയുടെ രൂപം വീട്ടിൽ വെക്കുന്നതും വളരെ നല്ലതാണ്. അതായത് വീടിന്റെ വാസ്തുദോഷം മാറാൻ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്.
സാമ്പത്തികമായ അഭിവൃദ്ധി ഈ ആമമോതിരം ധരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. കച്ചവടക്കാരെ സംബന്ധിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഒക്കെയുള്ള അവർക്കൊക്കെ ഇത് ധരിച്ചാൽ അവരുടെ കച്ചവടത്തിലെ നഷ്ടങ്ങൾ കുറയുകയും അവർക്ക് ലാഭം കൂടുതൽ കിട്ടാൻ ഇടവരികയും ചെയ്യും. ഈ ആമമോതിരം കച്ചവടക്കാരും ബിസിനസ്സുകാരും ധരിച്ചാൽ. അതുകൂടാതെ ഉപഭോക്താക്കളെ കൂടുതൽ അവരുടെ കച്ചവട സ്ഥലത്തേക്ക് ആകർഷിക്കാനും ഈ ആമമോതിരം ധരിച്ചാൽ അതിന് ഇടവരും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൂടാതെ തന്നെ ദേഷ്യ സ്വഭാവം നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ നല്ല ഒരു സ്വഭാവം കിട്ടാനും ഈ ആമമോതിരം ധരിക്കുന്നത് കൊണ്ട് അതിനുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കും. അപ്പൊ ദേഷ്യം കുറയും. കാരണം ആമ ഒരു ശാന്തജീവിയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങളാണ്. അപ്പൊ എന്താണ്, മൊത്തത്തില് ഇത് നോക്കുമ്പോ നമുക്ക് ആമമോതിരം ധരിക്കുന്നത് ശ്രേയസ് ഉണ്ടാകും, ധനനേട്ടങ്ങൾ ഉണ്ടാകും, ധനപുഷ്ടി ഉണ്ടാകും, വീട്ടിലെ ഐശ്വര്യം ഉണ്ടാകും, സാമ്പത്തിക കാര്യങ്ങളിൽ വർധനയുണ്ടാകും, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ലൊരു ഊർജം നമുക്ക് സംഭരിക്കാനും സാധിക്കും ഈ ആമമോതിരം ധരിച്ചാൽ. ഇതാണ് ഇതിന്റെ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ പറയുന്നതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ദോഷവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഒരു ഇത് ധരിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ്, അതിന്റെ പോസിറ്റീവ് കാര്യങ്ങളും അതിന്റെ എതിർ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഇനി ദോഷവശങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ മോതിരം ധരിച്ചിരുന്നു കൊണ്ട് മത്സ്യമാംസങ്ങൾ ധരിക്കാൻ ഇടവരരുത്. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. അതായത് മത്സ്യമാംസങ്ങൾ കഴിക്കാൻ ഇത് ഈ മോതിരം ഇങ്ങനെ ധരിച്ചുകൊണ്ട് മത്സ്യമാംസങ്ങൾ നിങ്ങൾ കഴിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വന്ന് സംഭവിക്കും. സസ്യാഹാര പ്രേമികൾക്ക് ഇത് വളരെ നല്ലതാണ്. ഈ സസ്യാഹാരം കഴിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പൂജിച്ച് ധരിക്കുന്ന മോതിരം ഒരിക്കലും അശുദ്ധിയാകാൻ ഇടവരരുത്. മനസ്സിലായോ? അതായത് പൂജിച്ച് മേടിച്ച്, ചിലവര് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലവര് ഈ മോതിരമൊക്കെ കിട്ടിയ, ഇപ്പൊ നവരത്ന മോതിരമാണെങ്കിലും മറ്റേതെങ്കിലും കല്ല് ഉള്ള മോതിരമൊക്കെ ആണെങ്കിൽ ഒക്കെ കൊണ്ടുവന്ന് പൂജിച്ച് ധരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ആമമോതിരം പൂജിച്ച് ധരിക്കുന്നവരാണെങ്കിൽ അതൊരിക്കലും അശുദ്ധി വരുത്താൻ ഇടവരുത്തരുത്. അറിയാതെ അശുദ്ധി പറ്റിയാൽ അത് ശുദ്ധി ചെയ്തിട്ട് വേണം പിന്നെ കഴിക്കാൻ. കഴിക്കാനല്ല, ധരിക്കാൻ. മനസ്സിലായോ? അതായത് പൂജിച്ച് നമ്മൾ മേടിച്ച ഒരു മോതിരം അശുദ്ധിയായാൽ അത് വീണ്ടും പൂജിച്ച് അതിന്റെ ശുദ്ധിയില്ലായ്മ മാറ്റി ശുദ്ധി വരുത്തിയതിന് ശേഷമോ അത് ധരിക്കാൻ പാടുള്ളൂ. പിന്നെ അതുകൂടാതെ ശവസംസ്കാര ചടങ്ങുമ്പോൾ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുമ്പോൾ അതില് നമ്മ ഈ മോതിരം ധരിച്ചിരുന്നുകൊണ്ട് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പാടില്ല. ഈ മോതിരം ഇതുണ്ട്. കാരണം ചില ബലി തർപ്പണം നടത്തുമ്പോഴോ എല്ലാനും അവരുടെ ശവം മറ്റേ ഈ പുലബാലായ്മയൊക്കെ ഉള്ള സമയത്ത്, ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഒരു കർമ്മങ്ങൾ ചെയ്യാൻ ഇത് ധരിച്ചിരുന്നുകൊണ്ട് ചെയ്യരുത്. അതിന് അശുദ്ധി വരുത്തും. പിന്നെ അതുകൂടാതെ അലസതയും മടിയും ഉള്ളവർ ഇത് ധരിക്കരുത്. അലസത, മടി, മനസ്സിലായി, അത് ധരിക്കാൻ ഇടവരും. കാരണം ഈ ആമ പൊതുവെ ഒരു സ്ലോവില് പോകുന്ന ഒരാളാണ്, ഇല്ലേ, ഒരു ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഒരു സാവധാനം അല്ലെങ്കിൽ ഒരു വേഗത കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അലസതയും മടിയും ഒക്കെ ഉള്ളവര് ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി അലസനാകാനും ചിലപ്പോൾ മടിയനാകാനും സാധ്യതയുണ്ട്.
അതൊന്നും. പിന്നെ ജലരാശികളായ കർക്കിടകം, വൃശ്ചികം, മീനൻ രാശിക്കാർ ഇത് ധരിക്കരുത്. മനസ്സിലായ? ജലരാശികളാണ്. ജലരാശികൾ ഏതൊക്കെയാണ്? കർക്കിടകം, വൃശ്ചികം, മീനൻ രാശിക്കാർ ഈ മോതിരം ധരിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇതിന്റെ ദോഷവശങ്ങളാണ് പറഞ്ഞത്. ഇനിയുള്ളത് ഈ മോതിരം എങ്ങനെ ധരിക്കണം. ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ, ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഈ മോതിരം എങ്ങനെ ധരിക്കണം. മോതിരം വെള്ളിയാഴ്ചകളിൽ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് ധരിക്കാൻ. മനസ്സിലായ? അതായത് ഇത് പൂജിച്ച് മേടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഇനി പൂജിക്കാതെ നിങ്ങൾ സ്വയം ധരിക്കാൻ ഇടവരുത്തുന്നതാണെങ്കിലും അത് നിങ്ങൾ കുളിച്ച് ശുദ്ധമായതിന് ശേഷം വെള്ളിയാഴ്ച നോക്കിയിട്ട് ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ധ്യാനിച്ചുകൊണ്ട് വേണം ഇത് ധരിക്കാൻ. മനസ്സിലായി? അപ്പൊ ചോദിക്കും, ഇത് ഏത് വിരലിലിടുന്നു ഇല്ലേ? ഈ മോതിരം ഇടുന്നത് അതായത് നമ്മുടെ ചൂണ്ടാണി വിരലിലും അല്ലെങ്കിൽ നടുവിരലിലും ഇടാം. നമ്മൾ ചൂണ്ടാണി വിരലിലും അല്ലെങ്കിൽ നടുവിരലിലും ഇടാവുന്നതാണ് മോതിരം ധരിക്കാൻ. അപ്പൊ മോതിരം വിരലിടുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ആമയുടെ മുഖം പുറത്തേക്ക് പോകരുത്. മനസ്സിലായ? അതായത് ഈ ആമയുടെ രൂപമുള്ള മോതിരമാണ് ഇടുന്നത്. അപ്പൊ ആമയുടെ ആ മുഖം ഉണ്ടല്ലോ, തല, അത് പുറത്തേക്ക് പോകാൻ ഇടവരരുത്. അത് നമ്മളിലേക്ക് വരണം. അത് നമ്മളെ നോക്കുന്ന വിധത്തിലായിരിക്കണം. പുറത്തേക്ക് നോക്കുന്ന വിധത്തിലിട്ടാൽ നമ്മളുടെ കയ്യിലുള്ള ധനവും കൂടി ചിലപ്പോൾ പുറത്തേക്ക് പോയി എന്ന് വരും. അപ്പൊ അതിന് ഇടവരരുത്. ധനം നമ്മളിലേക്ക് വരണം. പിന്നെ ഞാൻ പറഞ്ഞു, ചൂണ്ടുവിരലിലോ നടുവിരലിലോ ധരിക്കാം. അപ്പൊ ഈ വിരലിൽ മാത്രം ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്നും ഇതിനോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ എന്റെ വീഡിയോയിൽ ഇടണമെന്നും ഒരു അഭ്യർത്ഥന ഈ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.